വെൽക്കം സ്റ്റുഡൻസ്. യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പിലുള്ള മോഷൻ നമ്മൾ പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ. ഇനി സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിനുള്ളതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു സർക്കുലർ പാത്ത് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത് അല്ലേ. ടോട്ടൽ ഈ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ഇതാണ് അതിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടൈപ്പിലുള്ള മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂണിഫോം എന്ന് പറയുന്നത് എന്താണ്, അവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് എപ്പോഴും യൂണിഫോം ആയിട്ട് തന്നെ അല്ലേ, ആ ഒരു മോഷനിൽ സ്പീഡ് എപ്പോഴും എന്താണ് കോൺസ്റ്റൻറ്റ് തന്നെയായിട്ട് യൂണിഫോം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു സ്ട്രെയിറ്റ് ലൈനോ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഓരോ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 1 സെക്കൻഡിൽ അത് 2 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 സെക്കൻഡിൽ ഇത് 4 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. അടുത്ത 3 സെക്കൻഡിൽ ഇത് 6 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. അങ്ങനെ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ 1 സെക്കൻഡ് കൂടുമ്പോൾ 2 മീറ്റർ 2 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ അടുത്ത 1 സെക്കൻഡിൽ അത് വീണ്ടും 2. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതായത് ഈ ഒരു ടൈം ഇൻ്റർവെൽ എടുത്താൽ ഇത് 1 ആണ്, ഈ ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 2 ആണ്. സോ 2/1 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് 2. അപ്പോൾ ഇവിടെ എഴുതാലും നമുക്ക് എന്ത് കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. എന്നാൽ ഇവിടെ സർക്കുലർ മോഷൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ ഓരോ ടൈമിലും ആ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സപ്പോസ് ഇവിടെയാണ് ഒരു പാർട്ടിക്കിളെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി ആയിരിക്കും. അടുത്ത് ഇവിടെയാണ് പാർട്ടിക്കിളെങ്കിൽ ഇതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. ഇവിടെയാണ് പാർട്ടിക്കിളെങ്കിൽ ഇതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. ഇപ്പോൾ നമുക്കത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു കല്ലോ മറ്റോ കെട്ടിയിട്ട് നമ്മൾ കറക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഒരു സർക്കുലർ പാത്താണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എന്താണ് ആ ഒരു ഫോഴ്സ് അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കല്ലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഈ സ്ട്രിങ്ങിൻ്റെ ഒരു ടെൻഷൻ കാരണം അവിടെ ഒരു ഫോഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് ഇത് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ അവിടെ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ സ്ട്രിങ് വിടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കല്ല് നേരെ തെറിച്ച് വീഴുന്നത് എങ്ങനെയായിരിക്കും? സപ്പോസ് ഈ ഒരു പോയിൻ്റ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ടായിരിക്കും അല്ലേ, ടാൻജൻഷ്യലായിട്ടായിരിക്കും. സപ്പോസ് ഈ ഒരു കല്ലിൻ്റെ പൊസിഷൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോകും? ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെയായിരിക്കും അത് കല്ല് തെറിച്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ ടാൻജൻഷ്യലായിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓരോ പോയിന്റിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ പൊസിഷനിലും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും എന്താണ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ആണ് വരുന്നത്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ പാർട്ടിക്കിൾ ഈസ് ആക്സലറേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ നേരത്തെ ഞാൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. എല്ലാ കേസിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സലറേഷൻ എന്ത് വരും? അവിടെ 0 വരത്തുള്ളൂ അല്ലേ. വെലോസിറ്റി എല്ലാ ടൈമിലും കോൺസ്റ്റൻ്റ് ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞത് ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആണെങ്കിൽ കൂടിയും ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ദോ ഇറ്റ്സ് സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി ഈ ഒരു ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫോർ ദാറ്റ് സപ്പോസ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് പോയിൻറ്റ് എ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആദ്യം പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എ ആയിരുന്നു. ഒരു ടൈം ഇൻ്റർവെലിന് ശേഷം ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ബി ആയി. ഇനി അവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഡെൽറ്റ തീറ്റയാണ് അവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി
അപ്പോൾ ഇതിനെ ഞാൻ ഈ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ, അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി എന്താണ്, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് വരുന്നതല്ലേ, അപ്പോൾ ഇതാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്താണ്, ഇതിന് ടാൻജൻഷ്യൽ ആയിട്ട് ഇതാണ് ആ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട്, ഈ വെലോസിറ്റി നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഒന്ന് കോസ് കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റുമായിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെയും ഇങ്ങനെ കോസ് കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റുമായിട്ട് നമുക്കിങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജോമെട്രി അനുസരിച്ച് ഇതെന്ത് വരും, ഇതിപ്പോൾ ഇത് ടോട്ടൽ ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ ഇതെന്ത് വരും, ഇത് ഡെൽറ്റ തീറ്റ ബൈ 2, ഇവിടെ ഡെൽറ്റ തീറ്റ ബൈ 2 വരും അല്ലേ. ഇനി ജോമെട്രി അനുസരിച്ച് എങ്ങനെ വരും, ഈ ഒരു ആംഗിൾ എത്ര വരും, ഡെൽറ്റ തീറ്റ ബൈ 2 തന്നെയാണ് അവിടെയും വരുന്നത്. കാരണം ഇത് 90 ഡിഗ്രി വരും. ഇങ്ങനെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ മതിയല്ലോ. ഇതെടുക്കുവാണെങ്കിൽ ഇത് 90, ഇത് ഡെൽറ്റ തീറ്റ ബൈ 2, ഇത് 90 മൈനസ് ഡെൽറ്റ തീറ്റ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഈ ഒരെണ്ണം എന്ത് വരും, ഡെൽറ്റ തീറ്റ ബൈ 2 വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോമെട്രിയുടെ കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഇനി അടുത്തത് ഇവിടെയും എന്താണ്, ഈ ജോമെട്രി അനുസരിച്ച് ഈ ഒരു ആംഗിൾ ഡെൽറ്റ തീറ്റ ബൈ 2 വരും. അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ കമ്പോണൻ്റ് എന്താ വരിക, നമുക്കറിയാമല്ലോ. ഇങ്ങനെ ഒരു ഇതാണ് തീറ്റ എങ്കിൽ നമുക്കിവിടെ സൈൻ കോസ് കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഈ കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റ്. സോ വി കോസ് ഡെൽറ്റ തീറ്റ ബൈ 2, ഇത് വി സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് വി കോസ് ഡെൽറ്റ തീറ്റ ബൈ 2, ഇതെന്ന് പറയുന്നത് വി സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. ഇനി അപ്പോൾ അതാണ് ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എ ആൻഡ് ബി ആർ റിസോൾവ്ഡ് ഇൻ ടു റെക്ടാങ്കുലർ കമ്പോണൻറ്റ്സ് എലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കിയേ, ഇവിടെ വി കോസ് ഡെൽറ്റ തീറ്റ മൈനസ് 2, ഇവിടെ വി കോസ് ഡെൽറ്റ തീറ്റ മൈനസ് 2. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിപ്പോൾ നമ്മൾ V2, ഇതിപ്പോൾ V1 ആണെന്ന് വിചാരിക്കുക. സോ V2 മൈനസ് V1 ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ. ബട്ട് V2 എന്താണ്, വി കോസ് ഡെൽറ്റ തീറ്റ ബൈ 2, V1 എന്താണ്, വി കോസ് ഡെൽറ്റ തീറ്റ ബൈ 2. സെയിം മാഗ്നിറ്റ്യൂഡാണ് ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താകും, ദിസ് മൈനസ് ദിസ് 0 വരും. ഇനി വൈ ഡയറക്ഷനിൻ്റെ വെലോസിറ്റി എന്താണ്, വൈ ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡാണ് വരുന്നത് അല്ലേ. ഇവിടെ വി സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2, ഇവിടെ വി സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നോക്കിയേ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, this change in velocity in the y direction is given by v sin delta theta by 2 minus v sin delta theta by 2. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 2v sin delta theta by 2. ഇനി ഒരു സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതപ്പോൾ സ്മോൾ ആംഗിളിന് വേണ്ടിയേ നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2 നിയർലി ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ സൈൻ കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വരും, 2 ആൻഡ് 2 ക്യാൻസൽഡ്, ബാക്കി എന്ത് വരും, വി ഡെൽറ്റ തീറ്റ. സോ ദിസ് ഈസ് ദി വെലോസിറ്റി ഇൻ ദി വൈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഇൻ ദി വൈ ഡയറക്ഷൻ എന്ത് വരും, velocity in y direction v delta theta, acceleration in y direction is a is equal to limit delta t tends to 0 v delta theta by, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ആണ്, v delta theta by delta t is equal to v omega. So v delta theta by delta t, delta theta എന്താണ്, theta is angular displacement അല്ലേ. delta theta is change in angular displacement with ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വെലോസിറ്റി. പക്ഷേ ഇവിടെ സർക്കുലർ മോഷൻ ആയതുകൊണ്ട് എന്ത് വരും, ആംഗുലർ വെലോസിറ്റിയാണ് വരുന്നത്, ദാറ്റ് ഈസ് ഒമേഗ. അതുകൊണ്ടാണ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടിക്ക് നമ്മൾ ഒമേഗ എന്ന് കൊടുത്തത്. സോ ആക്സലറേഷൻ ഈസ് വി ഒമേഗ, വെലോസിറ്റി ഈസ് വി ഡെൽറ്റ തീറ്റ. ഇനി സപ്പോസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് വിചാരിക്കാം. ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ എന്ത് വരും, ഡെൽറ്റ തീറ്റ ടെൻസ് ടു 0. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണാം, ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ പറയുന്നില്ല, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ഈ ഒരു പോയിന്റ് സി എടുക്കുക, ഇത് രണ്ടും കൂടി വരും അല്ലേ, പോയിന്റ് സി എടുക്കുക. ആ പോയിന്റ് സിയിൽ lying between A and B, the x-axis coincides with the tangent at this point and y-axis coincides with the normal. നോക്കിയേ, ഇതാണ് നമ്മുടെ പോയിന്റ് സി എന്ന് പറയുന്നത്.
അതായത് ഡെൽറ്റ ടി ടെൻസ് ടു സീറോയിലേക്കും ചേഞ്ച് ഇൻ ടൈം സീറോയിലേക്ക് വരുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും, സീറോയിലേക്ക് വരും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയും വരില്ല. ഒരു പെർട്ടിക്കുലർ ടൈമിലെയാണ് നമ്മൾ നോക്കുന്നത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി, ഇതല്ലേ ടാൻജൻഷ്യൽ വെലോസിറ്റി, ഇതെന്ത് വരും, ഇതിന് ഈ ഒരു രീതിയിൽ വരും അല്ലേ. ഈ പോയിന്റിന് ടാൻജൻഷ്യലായിട്ട് ഈ ഒരു എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി വരും. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എങ്ങനെ വരും, ഇത് നോർമലായിട്ട് ഇതിന് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ആൻഡ് ബി, the axis coincides with the tangent at this point and the y-axis coincides with the normal. This means that in a uniform circular motion the tangential acceleration is 0 അല്ലേ. ഇവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ, അതായത് നോർമൽ ആക്സലറേഷൻ മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വെലോസിറ്റി ഇതാണെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും, ഇതാണ് വെലോസിറ്റി എങ്കിൽ ആക്സലറേഷൻ എപ്പോഴും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി എങ്കിൽ ഇതായിരിക്കും ആക്സലറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 0 ആൻഡ് ഓൺലി നോർമൽ ആക്സലറേഷൻ എക്സിസ്റ്റ്, വിച്ച് ഈസ് ഗിവൺ ബൈ വി ഒമേഗ. അത് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്, ആക്സലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ഇനി സിൻസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഈസ് ഇൻവേർഡ് അലോങ് ദി റേഡിയസ്, അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം ആക്സലറേഷൻ എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു ദി സെൻറ്റർ അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു സെൻറ്റർ സീക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, ഒരു സർക്കുലർ പാത്ത് മൂവ് ചെയ്യുകയാണ്, അതിനെപ്പോഴും എന്താണ്, അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ പോലും അതെപ്പോഴും എന്താണ്, ഇങ്ങനെ ഒരു പാത്ത് കവർ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അല്ലേ. ഒരു സർക്കുലർ പാത്തിനെ കവർ ചെയ്യാൻ, സർക്കുലർ മോഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. ഓക്കെ, അതിന് കാരണം ആകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഈ ഒരു ആക്സലറേഷനാണ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിൻസ് ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, അത് നമ്മൾ കണ്ടിരുന്നു. ഇനി സെൻട്രിപീറ്റൽ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒമേഗയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും, വി ബൈ ആർ ആയിരിക്കും. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആറും താഴത്തെ ഈ ഒരു ആറും കൂടി ക്യാൻസൽ ചെയ്യും, ബാക്കി എന്ത് കിട്ടും, വി സ്ക്വയർ ബൈ ആർ നമുക്ക് കിട്ടും. സോ സെൻട്രിപീറ്റൽ ആക്സലറേഷൻ ഈസ് വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ആക്സലറേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് പാർട്ടിക്കിൾ ഈസ് ആക്റ്റഡ് ബൈ എ ഫോഴ്സ് അല്ലേ. അവിടെ ഒരു ആക്സലറേഷൻ, ഒരു പാർട്ടിക്കിളിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു ഫോഴ്സ് കാണും. അപ്പം ആ ഒരു ഫോഴ്സിൻ്റെ പ്രസൻസ് കാണും. ഈ ഫോഴ്സ് വെലോസിറ്റിയുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. ആ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ആക്സലറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. സോ ഇഫ് ദർ ഈസ് എനി ആക്സലറേഷൻ ദെൻ ദർ ഈസ് എ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു സർക്കുലർ മോഷനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ടുവേഴ്സ് ദി സെൻറ്റർ. ഇതിൻ്റെ ഡയറക്ഷനും എപ്പോഴും ടുവേഴ്സ് ദി സെൻറ്റർ തന്നെയായിരിക്കും. ഇനി സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു എക്ക് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സും എന്താണ്, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് വെലോസിറ്റി, ടാൻജൻഷ്യലി വെലോസിറ്റി ആണ്. ഫോഴ്സ് എന്താണ്, എപ്പോഴും സെൻറ്ററിലോട്ടാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആർ പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫോർ എ യൂണിഫോം സർക്കുലർ മോഷൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോഴ്സ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് വർക്ക് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി വരണമെങ്കിൽ ഇവിടെ ഏത് നമ്മൾ യൂസ് ചെയ്യണം, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. സോ എഫ് ഡോട്ട് ഡി ആണ് ഇവിടെ വരേണ്ടത്. എഫ് ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഡി കോസ് തീറ്റ വരും. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി അല്ലേ. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള
അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ദേ ആർ പെർപെൻഡിക്കുലർ. സോ cos 90 വരും. cos 90 is 0. സോ വർക്ക് ഡൺ W is equal to എന്ത് വരും, 0 വരും അല്ലേ. അപ്പോൾ സാധാരണ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെ എന്താണ്, വി ആർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആണ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഇതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ എ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ആ ഒരു മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നോ ചേഞ്ച്. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു സ്റ്റോൺ നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട് നമ്മൾ കറക്കില്ലേ. അപ്പോൾ ആ കറക്കുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സ് ഏത് കാരണമാണ്, അത് ഫോഴ്സ് വരുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷനാണ് ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ടെൻഷനാണ് ഈ മോഷനെ സർക്കുലർ മോഷനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വെഹിക്കിളൊക്കെയാണ് ഒരു കർവ്ഡ് പാത്തിൽ കൂടെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു സർക്കുലർ മോഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ, വീലിൻ്റെയും അതുപോലെ തന്നെ റോഡും തമ്മിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, പ്രൊവൈഡഡ് ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലാനറ്റ്സ് ആൻഡ് സൺ.